Hi dears, welcome to a Dream online class for BCom and our subject is BED-SV 101 Value Education. Today we are discussing Block 3 Unit 2 Theories of Conduct. What are the theories explaining human conduct? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളെ അതിനെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? We know that why we are acting or what we have to react to a certain situations etc. are guided by moral principles. ഇപ്പോൾ ഓരോ സാഹചര്യം, ഇപ്പോൾ നമ്മൾക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളെ നമ്മൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം റിയാക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ കണ്ടക്ട് അത് എങ്ങനെ, എന്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള തിയറീസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. We know that our culture is enriched with moral values. നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ഓരോ മനുഷ്യന്മാരും അവനവൻ ഏത് സംസ്കാരമാണോ ഫോളോ ചെയ്യുന്നത് ആ സംസ്കാരത്തിലെ കുറേ അലിഖിത നിയമങ്ങൾ, അതായത് അതെവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല നിയമങ്ങൾ, നിയമപുസ്തകം എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇപ്പൊ ഇറക്കുന്നത് പോലെയുള്ള ആക്റ്റുകളായിട്ട് എഴുതി വെച്ചതൊന്നും ആയിരിക്കില്ല. പക്ഷേ ഓരോ സംസ്കാരത്തിലും നമ്മൾ തുടർച്ചയായി പിന്തുടർന്നു പോരുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അത് തലമുറകളായി മനുഷ്യന്മാര് അവരവരുടെ പെരുമാറ്റത്തിൽ ഫോളോ ചെയ്യുന്ന ചില മാനറിസംസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചില റൂൾസ് ആണ്, മോറൽ റൂൾസ് ആണ്, ധാർമ്മിക മൂല്യങ്ങൾ. ഉദാഹരണമായി നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ സംസ്കാരത്തിലെ ചില നിയമങ്ങളാണ് പറയുന്നത് മറ്റൊരു ജീവൻ എടുക്കരുത്, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാനുള്ള അവകാശം നമ്മൾക്കില്ല. ദെൻ നെവർ കോസ് നീഡ്ലെസ് പെയിൻ ആൻഡ് സഫറിങ്സ് ടു അതേഴ്സ്. എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ ഒരു കാരണമായി തീരരുത്, ആവശ്യമില്ലാതെ. എന്തിനുള്ള കാരണം? ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേദനയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നതിനുള്ള കാരണമായി നമ്മൾ മാറരുത്. അപ്പൊ നീഡ്ലെസ് പെയിൻ ആൻഡ് സഫറിങ്സ് എന്നാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത വേദനയോ ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ നമ്മൾ കാരണമാവരുത്. ദെൻ വേറൊന്ന് പറയുന്നത് ഡോണ്ട് സ്റ്റീൽ. എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. വേറൊരാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ അതൊരിക്കലും നമ്മൾ എടുക്കരുത്, അവരുടെ അനുവാദമില്ലാതെ എടുക്കരുത്. അപ്പോൾ മോഷ്ടിക്കാൻ പാടില്ല. ദെൻ ആൾവേസ് ഹോണർ യുവർ പാരൻസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ രക്ഷിതാക്കളെ എല്ലായ്പ്പോഴും ബഹുമാനത്തോടെ പരിഗണിക്കണം, എപ്പോഴും അവരെ ആദരവോട് സംരക്ഷിക്കണം. ദെൻ ഡോണ്ട് എൻഗേജ് ഇൻ സെക്ഷുവൽ ആക്ടിവിറ്റി ഔട്ട്സൈഡ് മാരേജ്. നമ്മൾക്ക് മാരേജ് ലൈഫ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ലീഗൽ മാരേജ് ലൈഫിന് പുറമെ അന്യരുമായി സെക്ഷുവൽ റിലേഷൻസിൽ ഏർപ്പെടരുത്. ദെൻ നെവർ ടെൽ എ ലൈ. എന്ത് ചെയ്യരുത്? ഒരിക്കലും നുണ പറയരുത്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മുടെ അമ്മമാരും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ പറയും കളിയായി പോലും പൊളി പറയരുത് എന്ന് പറയും. അതായത് തമാശയ്ക്ക് പോലും എന്ത് ചെയ്യരുത്? അസത്യം പറയരുത്. അതേപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്, ഒരു കവിളിൽ അടി കൊണ്ടാൽ എന്ത് ചെയ്യണം? മറുകവിളും കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് നല്ല നല്ല തത്വങ്ങൾ അല്ലെങ്കിൽ കുറേ ശീലങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ പിന്തുടർന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കണ്ടക്ട്, പെരുമാറ്റം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? തിയറീസ് ഓഫ് കണ്ടക്ട് ആണ്, പെരുമാറ്റത്തിനെ കുറിച്ച് പറയുന്ന തിയറികൾ.
അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ, ഹ്യൂമൻ കണ്ടക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്താണ്? നമ്മൾ ഫോളോ ചെയ്യുന്ന സംസ്കാരത്തിലുള്ള ചില നിയമങ്ങളാണ്. അത് നമ്മൾ എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് പോലെ ഇങ്ങനെ വിഷയമായി പഠിച്ചിട്ടോ ഒന്നുമല്ല എല്ലാ മനുഷ്യന്മാരും അവനവന്റെ പെരുമാറ്റങ്ങൾ രൂപീകരിക്കുന്നത്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മൾ ഫോളോ ചെയ്യുന്ന സംസ്കാരം, അവയൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ ഈ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ പെരുമാറണം, അതുപോലെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണ്, ഇത് നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുന്നത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിലെ നിയമങ്ങളാണ്. സോ തിയറീസ് ഓഫ് കണ്ടക്റ്റിലെ ഫസ്റ്റ് തിയറിയാണ് യൂണിവേഴ്സലൈസബിലിറ്റി. യൂണിവേഴ്സലൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന സ്വീകാര്യമായത്, അല്ലെങ്കിൽ ഒരു റൂള്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മാക്സിം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിരിക്കണം. നല്ലൊരു പെരുമാറ്റമാണെങ്കിൽ, ഇപ്പോൾ ഒരു റിയാക്ഷൻസിനെ കുറിച്ച് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രതികരണങ്ങളാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ. അപ്പം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റ ശീലം അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമായതായിരിക്കണം, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ നോക്കുമ്പോൾ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കണം. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലുള്ള ഒരു റൂളുണ്ട്, ഡു അൺടു. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കൃത്യമായി 2 സെന്റൻസ് ആയിട്ട് ആ റൂള് കൊടുത്തിട്ടുണ്ട്. അതായത് ഡു അൺടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡൺ അൺടു യു. അതായത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറരുത് എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മൾ അവരോടും പെരുമാറരുത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ബഹുമാനിക്കണം. അതേപോലെ തന്നെ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. അപ്പോൾ മറ്റുള്ളവർ എന്താണോ നമ്മളോട് ചെയ്യരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ കാര്യം ഒരിക്കലും നമ്മൾ അവരോടും പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവരോടും ചെയ്യാൻ പാടില്ല എന്ന് ക്രിസ്ത്യൻ മതത്തിൽ ഒരു നിയമമുണ്ട്. അതൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. അതേപോലെ നമ്മൾ നമ്മുടെ പെരുമാറ്റ ശീലങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും കേൾക്കുന്ന സമയത്ത് ന്യായമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആശയമാണ് കാറ്റഗറിക്കൽ ഇംപെററ്റീവ്. കാറ്റഗറിക്കൽ ഇംപെററ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫർ നമ്മളുടെ ഈ യൂണിവേഴ്സലൈസബിലിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ മോറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുമൊക്കെ വിശദമായ പഠനം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ആ വ്യക്തി ഈ തിയറീസ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, അദ്ദേഹം എന്തായാലും ജീവിതത്തിൽ കുറേ നിയമങ്ങൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ കുറേ കാലം നമ്മൾ ചില നിയമങ്ങൾ പിന്തുടരേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അത് നമ്മുടെ ജീവശ്വാസം പോലെ വിശ്വസിക്കണം, എന്ത് സാഹചര്യം വന്നാലും തെറ്റിക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ കുറേ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആ ഒരു കൂട്ടം നിയമങ്ങളെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ശീലങ്ങൾ എന്നോ അല്ലെങ്കിൽ ശൈലി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റഗറിക്കൽ ഇംപെററ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാറ്റഗറിക്കൽ ഇംപെററ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പരിപൂർണ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും സത്യസന്ധതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ചില തത്വങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രോമിസുകൾ പാലിക്കപ്പെടാനുള്ളതാണ്, അല്ലേ? വാഗ്ദാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അതോടൊപ്പം തന്നെ വേറൊരു പ്രിൻസിപ്പിളുമുണ്ട്. ആവശ്യമില്ലാത്ത സാഹചര്യം ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോമിസിന്റെ വില നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ ആ വാഗ്ദാനം നമ്മൾ പാലിക്കണം എന്നില്ല. അതായത് അത് പാലിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു,
അല്ലെങ്കിൽ ആ സാഹചര്യം കഴിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? അത്തരം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അത്തരം ഒരു പ്രോമിസ് നിലനിർത്താൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതേപോലെ ഓരോരോ സന്ദർഭങ്ങളിൽ ഹെൽപ്പ് അതേഴ്സ് വെൻ ദേ ആർ ഇൻ ട്രബിൾ, അതൊരു മാക്സിമാണ്, ഒരു തത്വമാണ്. മറ്റുള്ളവർ പ്രശ്നത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കണം. അപ്പം അതൊരു പ്രിൻസിപ്പിളാണ്, അത് നമ്മൾക്ക് നമ്മുടെ റൂളായിട്ട് ഫോളോ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇമ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്ന ഒരുപാട് തത്വങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഗുഡ് കണ്ടക്ട്, നമ്മൾക്കൊരു നല്ല പെരുമാറ്റ രീതി ഉള്ള ആളായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറേ തത്വങ്ങളെ അല്ലെങ്കിൽ കുറേ പ്രിൻസിപ്പിൾസിനെ നമ്മുടെ ജീവിതത്തിലുടനീളം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മളുടെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ള പോലെയാണ്. ഇപ്പം അച്ചടക്കം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കളവ് പറയില്ല, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ശൈലി ആവണം. നമ്മൾ എന്ത് ചെയ്യരുത്? കളവ് പറയാനേ പാടില്ല. ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്സ് എന്നുള്ള ആ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, റാഷണാലിറ്റി ആൻഡ് മൊറാലിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞു തിയറീസ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്തെല്ലാമാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ പെരുമാറ്റ ശീലങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സലൈസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയമാണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത്. അപ്പോൾ ഹെഗൽ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത്, ടു ബി കോൾഡ് എ ബിഹേവിയർ ആസ് മോറൽ ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ റാഷണൽ തിങ്കിങ്. നമ്മളിത് കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്, തിയറീസ് ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ധാർമ്മിക ചിന്ത അത് മോറലാണ്, ധർമ്മപരമാണ് എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണം. റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിപൂർവമുള്ളതായിരിക്കണം. അപ്പോൾ ആദ്യം കുറേ തിയറീസ് നമ്മൾ പറഞ്ഞു, ജീവിതത്തിൽ കുറേ തിയറീസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾക്ക് ഒരു സിദ്ധാന്തത്തിലും വിശദീകരിച്ച് തന്നിരുന്നില്ല. അപ്പൊ ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ റാഷണാലിറ്റി എന്ന് പറയുന്ന തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പൊ റാഷണാലിറ്റിയിൽ പറയുന്നത്, വാട്ട് എവർ മേ ബി ദ മോറൽ പ്രിൻസിപ്പിൾസ് ഇറ്റ് മസ്റ്റ് ബി റേഷണൽ. നമ്മൾക്ക് ഏത് വ്യക്തി എന്ത് ധാർമ്മിക ചിന്ത ഫോളോ ചെയ്തോട്ടെ, അതിനെ നമുക്ക് മോറലി ഗുഡാണ് എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? യുക്തിപരമായ ചിന്തയുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അത് റാഷണൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം എന്തൊക്കെയാണ് ഒരു റാഷണലിസ്റ്റിക് ചിന്താഗതി, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴാണ് റാഷണൽ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റ് മോറൽ പ്രിൻസിപ്പിൾ എപ്പോഴാണ് യുക്തിപരമായി നല്ലതാണ് അല്ലെങ്കിൽ റാഷണലി തിങ്കബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന് നോക്കണം. അങ്ങനെ വേണമെങ്കിൽ അതിന് 4 ഗുണങ്ങൾ അല്ലെങ്കിൽ 4 ഘടകങ്ങൾ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് മോറൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് പോയിന്റ് ഔട്ട് ചെയ്ത പോയിന്റുകൾ തന്നെയാണിത്. അപ്പോൾ ഒരു ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ റാഷണൽ ബിഹേവിയർ ആവണമെങ്കിൽ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് വേണം? ഒന്ന്, ലോജിക്കൽ കോഹിയറൻസ് വേണം. ഏതെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മാക്സിം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇത് ധാർമ്മികമായി നല്ലൊരു ചിന്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് അതിലൊരു യുക്തി തോന്നണം, കേൾക്കുന്നവർക്ക് കൂടി അത് മനസ്സിലാവണം, ലോജിക്കലാവണം. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാം, അങ്ങനെ അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ന് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാവണം, അല്ലെങ്കിൽ അവർക്ക് അത് യുക്തിപരമാണ് എന്ന് തോന്നണം. ദെൻ രണ്ടാമതായി പറയുന്നത് ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു പോളിസി ഫോളോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കൂടി ആക്സെപ്റ്റ് ചെയ്യണം. ലോകത്തിൽ എവിടെയുള്ള ആളുകളാണെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആവണം, യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആവണം, അല്ലെങ്കിൽ അവർക്കത് സ്വീകാര്യമാവണം. ദെൻ മൂന്നാമതായി പറയുന്നത് എന്താ? എംപിറിക്കൽ എവിഡൻസ് വേണം. സ്വാനുഭവങ്ങളിൽ നിന്ന്, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളായിരിക്കണം നമ്മൾ മാക്സിമായി സ്വീകരിക്കേണ്ടത്. അപ്പൊ അർഹതയുള്ളവനെ സഹായിക്കാവൂ എന്ന് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ടെങ്കിൽ
അത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. എല്ലാവരെയും വിശ്വസിച്ചാൽ എല്ലാവരും നമ്മളോട് തിരിച്ച് ഒരേപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. പലരും നമ്മളെ ചതിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അർഹതയുള്ള ആൾക്കാരോടെ വിശ്വാസം പ്രകടിപ്പിക്കാവൂ അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിക്കാവൂ എന്നൊരാൾ ഒരു നിയമമായി പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നണം. അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തെ പറ്റിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചതിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റിൽ പറയുന്നത് എന്താ? പബ്ലിക് ഇന്റലിജിബിലിറ്റി. പൊതുജനങ്ങൾക്ക് അവർക്കത് ഇപ്പൊ ഈ യൂണിവേഴ്സലൈസബിലിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് അവരുടെ ബുദ്ധിക്ക് നിരക്കുന്നതാവണം. നമ്മൾ എന്തെങ്കിലും തത്വങ്ങൾ അങ്ങോട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ അവർക്കും കൂടെ തോന്നണം അത് കാര്യമാണ്, അത് ശരിയാണ്, അതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്, യുക്തിചിന്തയുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാവണം. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മൊറാലിറ്റിയെ റാഷണാലിറ്റി ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ധാർമ്മിക ചിന്ത യുക്തിപരമായിരിക്കണം. അപ്പോഴേ നമ്മൾക്ക് അതൊരു ഗുഡ് മോറൽ ആക്ടിവിറ്റി ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ വെറുതെ ധർമ്മപരമായ പ്രവർത്തനങ്ങൾ എന്നോ ധാർമ്മിക ചിന്ത എന്നോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാർമ്മിക ചിന്തയാവില്ല. കേൾക്കുന്ന മറ്റുള്ളവർക്ക് കൂടി തോന്നണം അത് യുക്തിപരമാണ്, അതിന് അതിൻ്റെതായ വസ്തുനിഷ്ഠമായ തെളിവുകളുണ്ട്, അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അവർ ആ പാഠത്തിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണെങ്കിലേ ആ ധാർമ്മിക ചിന്ത യുക്തിപരമായ ചിന്തയായി മാറുന്നുള്ളൂ. അപ്പൊ ധാർമ്മികത എല്ലായ്പ്പോഴും നല്ല ഒരു ഗുണമായി മാറണമെങ്കിൽ അതിന് റാഷണാലിറ്റി അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും നമുക്ക് അതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. യുക്തിപരമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാവുന്ന ധാർമ്മിക തത്വങ്ങൾക്ക് ഗുഡ് മോറൽ പ്രിൻസിപ്പിൾസ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാനുള്ള അർഹതയുണ്ട്. നെക്സ്റ്റ്, എത്തിക്കൽ ഈഗോയിസം. ടു ആൻസർ ദ ക്വസ്റ്റ്യൻ what rule should guide our conduct, the ethical egoist will follow the principle that we should select that course of action which is advantage or own long term advantage principle. അതായത് ഏത് ആക്ടിവിറ്റി, വാട്ട് റൂൾ ഷുഡ് ഗൈഡ് അവർ കണ്ടക്ട്, ഏത് നിയമമാണ് നമ്മുടെ പെരുമാറ്റത്തെ നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എത്തിക്കൽ ഈഗോയിസ്റ്റ് എന്ന് പറയുന്ന ഈ എത്തിക്കൽ ഈഗോയിസം ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് സ്വന്തം ലോങ് ടേം അഡ്വാൻറ്റേജ് ഏതാണോ നൽകുന്നത് ആ കോഴ്സ് ഓഫ് ആക്ഷൻ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ 2-3 ജോലി ഓപ്ഷൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, അത് സാലറിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏറ്റവും ഫേവറബിൾ ആയ പൊസിഷൻ ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും ഫേവറബിൾ ആയ ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഏത് നിയമമാണ് അല്ലെങ്കിൽ ഏത് തത്വമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എത്തിക്കൽ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ സ്വീകരിക്കുക അവർക്ക് ലോങ് ടേം ഓൺ അഡ്വാൻറ്റേജ് ഏതാണോ നൽകുന്നത് അതായിരിക്കും, ആ പ്രിൻസിപ്പിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതിൽ 2 shades ഓഫ് മീനിങ്സ് ആണ് തിങ്കേഴ്സിന്റെ ഇടയിൽ പറയാറുള്ളത്. അപ്പൊ ഈ എത്തിക്കൽ ഈഗോയിസം ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആശയം വിശദീകരിക്കപ്പെടുന്നത് എപ്പിക്യൂറേനിയസും അതേപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ ആ 2 വ്യത്യസ്ത അർത്ഥതലങ്ങളിലൂടെയാണ് നമ്മൾ ഈ എത്തിക്കൽ ഈഗോയിസം എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പൊ എത്തിക്കൽ ഈഗോയിസത്തില് ഒരു എത്തിക്കൽ ഈഗോയിസ്റ്റ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഓൺ ലോങ് ടേം അഡ്വാൻറ്റേജ് പ്രിൻസിപ്പിൾ. നമ്മൾക്ക് ദീർഘകാലം ഏറ്റവും നല്ലതായിട്ട് നല്ല അനുഭവങ്ങൾ തരുന്നത് എന്താണോ അല്ലെങ്കിൽ നല്ല റിസൾട്ട് നൽകുന്നത് എന്താണോ, നമ്മൾക്ക് അനുയോജ്യമായത് എന്താണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള ആശയമാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 2 അർത്ഥതലങ്ങൾ പറയാറുണ്ട്. അതാണ് എപ്പിക്യൂറേനിയസം അതേപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ്. സോ എത്തിക്കൽ ഈഗോയിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന എപ്പിക്യൂറിയനിസം, ഗ്രീക്ക് എപ്പിക്യൂറിയൻസ് ഫോളോ ചെയ്തിരുന്ന ചില ചിന്തകൾ
അല്ലെങ്കിൽ അവരുടെ തത്വങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദം ഓർ ആസ് പെർ ദെയർ പോയിന്റ് ഓഫ് വ്യൂ ദ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി ഫോർ ഗെറ്റിംഗ് പ്ലഷർ. ഓരോരുത്തരും ജീവിക്കേണ്ടത്, അവരുടെ ജീവിതം ഒരു നല്ല ജീവിതമായി മാറണമെങ്കിൽ അവിടെ എന്ത് ലഭിക്കണം? സുഖവും സന്തോഷവും ലഭിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഈ എപ്പിക്യൂറിയൻസ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം, ആ ജീവിത രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അദ്ദേഹത്തിന് ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു രീതി ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് എത്രമാത്രം സന്തോഷം ലഭിക്കുന്നുണ്ട്, മാക്സിമം ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ടോ, മാക്സിമം ഗുഡാണോ, അതിനെ ആശ്രയിച്ചാണ് അവരുടെ ലൈഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് വേണ്ടത്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് എന്നാണ് എപ്പിക്യൂറിയൻസ് പറയുന്നത്. അപ്പോൾ ജീവിതം എല്ലായ്പ്പോഴും എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം? സന്തോഷം നേടിയെടുക്കുന്നതിനായിരിക്കണം, അല്ലെങ്കിൽ പ്ലഷർ നേടിയെടുക്കുന്നതിനായിരിക്കണം. ഏകദേശം ഇതുപോലെ ഒരു ചിന്ത തന്നെയാണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് തോട്ട് ആയിട്ടുള്ള ചർവാക സ്കൂൾ ഓഫ് തോട്ടും ഇതേപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആശയമാണ് സമ്മം ബോനം, അതായത് ഏറ്റവും നല്ലതായിട്ടുള്ളത്, അറ്റ്മോസ്റ്റ് ഗുഡ്നെസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഏറ്റവും പരമമായ നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ്, സുഖമാണ് എന്നൊക്കെ അവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹെഡോണിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇവരെല്ലാം പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരിക്കണം? പ്ലഷർ, നമ്മൾക്ക് ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുന്ന, സന്തോഷമായി ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സ്വീകരിക്കാൻ വേണ്ടിയായിരിക്കണം. അപ്പൊ ഈ സന്തോഷമായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നല്ല. ഈ എപ്പിക്യൂറിയൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പൊ അവർ പറയുന്നത് അത് വളരെ അത്യാവശ്യത്തിന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഭക്ഷണമാണെങ്കിലും പാനീയങ്ങളാണെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ള അത്ര മാത്രം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിലുള്ള റിലേഷൻസ്, പല പല കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, മാരിറ്റൽ ലൈഫിലൂടെ കിട്ടുന്ന റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് അറ്റാച്ച്മെന്റിലാണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അതായത് വല്ലാതെ ക്ലോസ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് വല്ലാത്ത അമിതമായ സന്തോഷമോ അമിതമായ സങ്കടമോ നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഒരു കാം ആൻഡ് കൂൾ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഫോളോ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പോളിസി വേണം ഫോളോ ചെയ്യാൻ എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ചർവാക സ്കൂൾ ഓഫ് തോട്ടും അതേപോലെ തന്നെ ഗ്രീക്ക് എപ്പിക്യൂറിയൻസും പറയുന്നത്. ഗ്രീക്ക് എപ്പിക്യൂറിയൻസ് ആണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സന്തോഷം നേടിയെടുക്കണം, അത് കാര്യമാണ്. അപ്പൊ നമ്മുടെ ചർവാകക്കാരൊക്കെ പറയുന്നുണ്ട് പാസ്റ്റ് ഈസ് ഗോൺ, ഭൂതകാലം അത് കഴിഞ്ഞു പോയി, അല്ലെ, അത് പോയി കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ, ഭാവി കാലം, അത് യെറ്റ് ടു കം, വരാനിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നെവർ കംസ്, വരോ ഇല്ലയെന്നൊന്നും നമ്മൾക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലീവ് അവർ പ്രസന്റ് മൊമെന്റ്സ് വിത്ത് മാക്സിമം ഹാപ്പിനെസ്. നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഈ പ്രസന്റ് മൊമെന്റ്സ്, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് ഈ എപ്പിക്യൂറിയൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കണം. വികാരപ്രകടനങ്ങളിലായാലും ബന്ധങ്ങളിലുള്ള വിശ്വാസങ്ങളിലായാലും നമ്മളുടെ ഭക്ഷണ ശൈലിയിലായാലും പൈസ ചെലവാക്കുന്നതിലായാലും എന്ത് ശീലങ്ങളിലും ഒരു മിതത്വം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷിക്കേണ്ടതായോ ഒരുപാട് സങ്കടപ്പെടേണ്ടതായോ ആയ ഒരു അവസ്ഥ വരില്ല. നമ്മൾക്ക് എല്ലായ്പ്പോഴും ശാന്തമായ ഒരു സുഖത്തോടു കൂടിയ സന്തോഷത്തോടു കൂടിയ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അവസ്ഥ, അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റ രീതികൾ അടിസ്ഥാനമാക്കേണ്ട നിയമങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കണം. അതായത് നമ്മൾക്ക് മാക്സിമം പ്ലഷർ, മാക്സിമം ഒരു കൂൾ ലിവിങ് നൽകുന്നതായിരിക്കണം. അതാണ് എപ്പിക്യൂറേനിയസം എന്ന് പറയുന്ന ഈ ചിന്താഗതി. എത്തിക്കൽ ഈഗോയിസത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന രണ്ട് ഐഡിയാസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ എപ്പിക്യൂറിയനിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ഷെയ്ഡ് ഓഫ് മീനിങ് ആണ് റാഷണൽ
സെൽഫ് ഇൻട്രസ്റ്റ്. റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം നമ്മളിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു താല്പര്യം, യുക്തിപരമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആശയമാണ് പറയുന്നത്. അപ്പോൾ എയിൻ റാൻഡ്സിൻ്റെ എത്തിക്സിനനുസരിച്ച്, പ്രശസ്തയായ ഒരു ചിന്തകയാണ്, അപ്പോൾ അവരുടെ വാക്കുകൾക്കനുസരിച്ച് ദ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് വൺ ജഡ്ജസ് വാട്ട് ഈസ് ഗുഡ് ഓർ ഈവിൾ ഈസ് മാൻസ് ലൈഫ് which is required for his survival as a man. അപ്പോൾ എയിൻ റാൻഡ്സ് എന്ന് പറയുന്ന അവരുടെ നീതിശാസ്ത്ര പ്രകാരം ഒരു വ്യക്തി ഒരു കാര്യത്തിനെ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? മനുഷ്യന്റെ ജീവിതത്തിനെ. മാൻസ് ലൈഫ് എന്നാണ് പറയുന്നത്. ആ മാൻസ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ അത്യാവശ്യമാണ്. അവരുടെ സർവൈവൽ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവരുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അവരുടെ സർവൈവലിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം, അതിനെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ എന്ത് വിശദീകരിക്കാൻ? ഒരു കാര്യം നല്ലതാണോ അല്ലെങ്കിൽ എന്താണ് നല്ലത്, എന്താണ് നന്നല്ലാത്തത് എന്ന് വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ അഭിപ്രായ പ്രകാരം എവറി ഹ്യൂമൻ ബീയിങ് ഹാവ് എ റൈറ്റ് ടു ലിവ് ഫോർ ഹിസ് ഇൻട്രസ്റ്റ്, അവനവൻ്റെ സന്തോഷത്തിനും താല്പര്യത്തിനും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എപ്പിക്യൂറിയനിസത്തിലൊക്കെ പറഞ്ഞതാണ് അവനവൻ്റെ ആത്മസന്തോഷം അല്ലെങ്കിൽ സന്തോഷമാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരാൾക്ക് അവനവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവകാശങ്ങളുണ്ട്. അവനവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അവനവൻ്റെ തത്വങ്ങൾ ഫോളോ ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. പക്ഷെ ആ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി മാറാൻ പാടില്ല. നമ്മുടെ സന്തോഷം ഒരിക്കലും വേറൊരാളുടെ ദുഃഖമായി മാറരുത്. അതേപോലെ തന്നെ ഈ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം അഭിലാഷങ്ങൾ സംരക്ഷിക്കാനൊക്കെ വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ്സ് ആർ കോയിൻസൈഡഡ് വിത്ത് ഓബ്ലിഗേഷൻസ്. നമ്മൾക്ക് അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എന്തും ഉണ്ടായിരിക്കും? ചുമതലകളും ഉണ്ടായിരിക്കും. എത്രമാത്രം കൂടുതൽ അവകാശങ്ങളുണ്ടോ അത്രയ്ക്ക് കൂടുതൽ ചുമതലകളും നമ്മൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൽ ഈ ആശയപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന തത്വത്തെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ അവകാശങ്ങളും ചുമതലകളും ഒരേ സമയം ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എത്തിക്കൽ ഈഗോയിസത്തിൽ നമ്മൾ പറയുന്നത് അവനവൻ്റെ സെൽഫ് അഡ്വാൻറ്റേജ്, ലോങ് അഡ്വാൻറ്റേജിന് വേണ്ടി വരുന്ന കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഒരുപാട് കോഴ്സസ് ഓഫ് ആക്ഷൻ വരുമ്പോൾ നമ്മൾക്ക് ദീർഘകാലം നന്മ നൽകുന്നത് എന്താണോ അതാണ് സ്വീകരിക്കുക. ആര്? എത്തിക്കൽ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആള്. അപ്പൊ ആ സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതായത് എപ്പിക്യൂറിയനിസം എന്ന് പറയുന്ന ആശയവും അതുപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആശയവും, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതിനനുസരിച്ചാണ് ഒരു വ്യക്തി ഗുഡ് കണ്ടക്ട് അല്ലെങ്കിൽ അവർക്ക് എത്തിക്കൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കണ്ടക്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഈ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണം. ഏതൊക്കെയാണ്? എപ്പിക്യൂറേനിയസവും അതേപോലെ തന്നെ റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റും. അപ്പൊ ഈ ആശയം എപ്പിക്യൂറിയനിസം എന്ന് പറയുന്ന ആശയം വന്നിട്ടുള്ളത് ഗ്രീക്ക് എപ്പിക്യൂറിയൻസിൽ നിന്നാണ്. എല്ലാം അർത്ഥമാക്കുന്നത് എന്ത് തന്നെയാണ്? മനുഷ്യ ജീവിതത്തിൽ പരമാവധി സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഇതൊരിക്കലും വേറൊരാൾക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരിക്കുകയും അരുത്. നമ്മുടെ സന്തോഷം വേറൊരാളുടെ ദുഃഖമായി മാറരുത്. ദെൻ തിയറീസ് ഓഫ് കണ്ടക്റ്റിൽ വരുന്ന ഒരു തിയറിയാണ് ജനറൽ ഗുഡ് തിയറി. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹ്യൂമൻ കണ്ടക്ട്, ഫോർ ദിസ് വൺ ആൻസർ ഈസ് യൂട്ടിലിറ്റേറിയനിസം. അതായത് എന്താണ് മനുഷ്യന്മാരുടെ നല്ല പെരുമാറ്റം അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് ശരിയായ പെരുമാറ്റം എന്നുള്ള ചോദ്യത്തിനെ വിശദീകരിക്കുന്ന
ഒരു ആശയമാണ് യൂട്ടിലിറ്റേറിയനിസം. അപ്പൊ യൂട്ടിലിറ്റേറിയനിസം ചിന്താഗതിക്കാർ പറയുന്നത് the activities of human beings must be done to achieve greatest good possible. അതായത് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല ഗുണങ്ങൾ റിസൾട്ടായി വരുന്നത്, ഏറ്റവും നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി, അതാണ് ശരിയായ പ്രവൃത്തി എന്നാണ് ആര് പറയുന്നത്? യൂട്ടിലിറ്റേറിയനിസംകാരൻ. ഫസ്റ്റ് ആശയം എന്ന് പറയുന്നത് the act produce greatest good, total good is right. ഒരു പ്രവൃത്തി ശരിയാണ് അല്ലെങ്കിൽ ന്യായമാണ്, നല്ലതാണ് എന്ന് പറയണമെങ്കിൽ അത് എന്ത് ചെയ്യണം? നല്ല ഫലങ്ങൾ നൽകണം. അതും എങ്ങനത്തെ നല്ല ഫലങ്ങൾ? മാക്സിമം ഗുഡ് റിസൾട്ട് നൽകുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾക്ക് എന്ത് പറയാൻ കഴിയുള്ളൂ? ഒരു റൈറ്റ് ആക്ഷൻ ആണ്, ശരിയായ പ്രവൃത്തിയാണ് എന്ന് യൂട്ടിലിറ്റേറിയനിസം വ്യൂ പോയിന്റുകാരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താവണം? ഏറ്റവും നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതാവണം. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഒരു തീ പിടിച്ചിട്ടുള്ള ഒരു വീട്ടില്, ഒരു സ്ഥലത്ത്, ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അച്ഛനുമുണ്ട്, ഒരു ഡോക്ടറുമുണ്ട്, അതായത് ഒരു ഫിസിഷ്യനുമുണ്ട്, നമ്മുടെ ഡാഡിയുമുണ്ട്. അപ്പൊ നിങ്ങൾ ആരെയാണ് രക്ഷിക്കേണ്ടത്? യൂട്ടിലിറ്റേറിയൻ പോയിന്റ് ഓഫ് വ്യൂ പ്രകാരം അച്ഛനെ നമ്മൾ രക്ഷിച്ചാൽ നമ്മുടെ കുടുംബത്തിന് മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് ഗുണമുള്ളൂ. എന്നാൽ ഫിസിഷ്യനെയാണ് നിങ്ങൾ രക്ഷിക്കുന്നത് എങ്കിൽ അദ്ദേഹം ഒരുപാട് ജീവിതങ്ങളെ ചികിത്സിച്ച് അസുഖങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തും. അപ്പോൾ ഫിസിഷ്യൻ രക്ഷപ്പെട്ടാലാണ് കൂടുതൽ നന്മയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ രക്ഷിക്കണം? ഫിസിഷ്യനെ രക്ഷിക്കണമെന്നാണ് യൂട്ടിലിറ്റേറിയനിസംകാർ പറയാം. അപ്പൊ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് അല്ലെങ്കിൽ മൊത്തത്തിൽ വളരെയധികം നന്മ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ആ പ്രവൃത്തി വേണം നമ്മൾ സ്വീകരിക്കാൻ. അപ്പൊ ഇവിടെ സ്വന്തം പിതാവാണെങ്കിലും ഫിസിഷ്യനാണ്, രണ്ടുപേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിതാവിനേക്കാൾ കൂടുതൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്നത് ഫിസിഷ്യനാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കേണ്ടത് ഫിസിഷ്യനെ ആയിരിക്കണം എന്നാണ് ആര് പറയുന്നത്? യൂട്ടിലിറ്റേറിയനിസംകാര്. അത് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ ഡിപ്പെൻസ് ആണ്, സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷെ ഇവരുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും കൂടുതൽ നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി എന്താണോ അതാണ് ശരിയായ പ്രവൃത്തി. ദെൻ ഇപ്പൊ ശരിയായ പ്രവൃത്തി എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മൾക്ക് മുൻകൂട്ടി പറയാൻ കഴിയോ? ഇല്ല. ഇപ്പൊ നന്മയുണ്ടാക്കുന്നത് എന്ന് നമ്മൾ കരുതുന്ന എല്ലാ പ്രവൃത്തികളുടെയും റിസൾട്ട് ചിലപ്പോൾ ഗുഡായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാറിൽ പോവാണ്. അപ്പൊ കാറിൽ പോകുന്ന സമയത്ത് വീടിനടുത്തുള്ള ഒരു വയസ്സായ ആള് വഴിയിൽ നിൽക്കുന്നത് കണ്ടു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് നടന്നിട്ട് വേണം നമ്മുടെ വീടിന്റെ അവിടെ എത്താൻ. നമ്മളാണെങ്കിൽ എന്തായാലും കാറ് കൊണ്ട് അതേ പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കൊടുക്കാം എന്ന് നമ്മൾ ആലോചിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു, നമ്മുടെ കാറിൽ കയറ്റുന്നു, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ പോകുന്ന വഴി ഒരു ബ്രിഡ്ജ് ഉണ്ട്, താഴെ പുഴയാണ്. അപ്പോൾ പോണ വഴിക്ക് ആ പുഴയിലേക്ക് നമ്മുടെ കാറ് വീണു, ആ ആള് മരിച്ചു, നമ്മൾ ലിഫ്റ്റ് കൊടുത്ത ആള് മരിച്ചു. അപ്പോൾ ചില ആൾക്കാർ പറയും അയാൾ ആ കാറിൽ കയറ്റിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ മെല്ലെ നടന്ന് വീട്ടിലെത്തിയേനെ എന്ന് പറയും. അപ്പോൾ കോൺസിക്വൻസുകൾ എന്താണ്? ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ആണ്, നമ്മൾക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലതായിട്ടാണോ വരിക, ചീത്തയായിട്ടാണോ വരിക എന്നൊരിക്കലും നമ്മൾക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അപ്പൊ ഈ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ചിന്താഗതിയിൽ നമ്മൾ രണ്ട് ആശയങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, the act which produce greatest total good is right. ഏറ്റവും കൂടുതൽ നന്മയുണ്ടാക്കുന്ന അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ശരിയായ പ്രവൃത്തി. ദെൻ രണ്ടാമതായി പറയുന്നത് എന്താ? കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ആണ്. നമ്മൾ നല്ലത് എന്ന് കരുതി ഒരു പ്രവൃത്തി ചെയ്യും, പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്താണ് ഉണ്ടാകുക എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കാൻ
പ്രയാസമാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം ചിന്താഗതി പ്രകാരം നമ്മൾ എങ്ങനെയുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം? ഏറ്റവും കൂടുതൽ നന്മയുണ്ടാക്കുന്നത് എന്താണോ ആ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. അതാണ് ശരിയായ പ്രവൃത്തി എന്നാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഈ ജനറൽ ഗുഡ് തിയറിയിലെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നത്. സം ചാലഞ്ചസ് ടു യൂട്ടിലിറ്റേറിയനിസം. ഇപ്പം നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റേറിയനിസം പ്രകാരം ഏറ്റവും നല്ല ഗുഡ് റിസൾട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ടോട്ടൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് റൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ കോൺസിക്വൻസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ചില ചാലഞ്ചേഴ്സ് ഇതിനെതിരായിട്ടും ചില വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റിൽ പറയുന്നത് പ്രോമിസസ് മെയ്ഡ്, വാഗ്ദാനങ്ങൾ. പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, വാഗ്ദാനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ മാക്സിമം ഗുഡ് ഉണ്ടാകുമ്പോൾ മാത്രം വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മതിയോ, അതോ ചില വാഗ്ദാനങ്ങൾ ലംഘിക്കുമ്പോഴാണ് മാക്സിമം ഗുഡ് ഉണ്ടാവുന്നത് എങ്കിൽ നമുക്ക് ആ വാഗ്ദാനം ലംഘിച്ചുകൂടെ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ 4 മണിക്ക് അദ്ദേഹം ഒരു പേഷ്യൻറ്റിന് OP ടൈം ഫിക്സ് ചെയ്തു. പക്ഷേ ഒരു 3:45 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. അപ്പോൾ ഇദ്ദേഹം ഈ 4 മണിക്ക് വരുന്ന ആളെ കാത്തു നിൽക്കുകയാണോ വേണ്ടത്, അതോ ഇദ്ദേഹം ചെന്നിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലുള്ള പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണോ വേണ്ടത്? അപ്പോൾ ചില പ്രോമിസുകൾ ചില സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലംഘിക്കേണ്ടി വരും. അത് വിചാരിച്ച് ചില പ്രോമിസുകൾ, നമ്മൾ നൽകിയ പ്രോമിസ്, ഒരു വാഗ്ദാനം ഒരു സമയത്ത് നൽകുക, പിന്നീട് അതുകൊണ്ട് അത്ര അധികം ഗുണമൊന്നുമില്ല, ഒരുപാട് പേർക്ക് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലിക്കാതിരിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ സിറ്റുവേഷൻ ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയനിസത്തിനും എന്തുണ്ട്, എതിരായി വാദഗതികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ചില പ്രോമിസുകളുണ്ട്, നോ വൺ ന്യൂ, ആർക്കും അറിയാത്തത്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 2 എക്സ്പ്ലോറേഴ്സ് അവർ ആർട്ടിക്കിലോ അന്റാർട്ടിക്കിലോ അവിടെ എവിടെയോ കുടുങ്ങിപ്പോയി. അപ്പോൾ അവരുടെ കയ്യിൽ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ അതിലത്തെ ഒന്നാമൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറാവാം, അതായത് ഈ ഭക്ഷണം 2ാമത്തെ ആൾ കഴിച്ചോട്ടെ, പകരം എന്ത് ചെയ്താൽ മതി, ഈ 2ാമത്തെ വ്യക്തി നാട്ടിൽ ചെന്നതിന് ശേഷം ഈ മരിച്ചുപോയില്ലേ, ആദ്യത്തെ ആൾ മരിച്ചു പോയല്ലോ ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ മക്കളെ വളർത്തിയാൽ മതി, സംരക്ഷിച്ചാൽ മതി, വിദ്യാഭ്യാസവും ചെലവും ഒക്കെ കൊടുത്ത് സംരക്ഷിച്ചാൽ മതി എന്ന് അവർ 2 പേരും തമ്മിലൊരു പ്രോമിസിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കാം. പിന്നീട് നാട്ടിലെത്തി ചിലപ്പോൾ ഈ 2ാമൻ ഈ വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ ഓർത്തു എന്ന് വരാം. അതുമല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനും കുട്ടികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും വിചാരിച്ചതുപോലെ 1ാമത്തെ ആൾക്ക് കൊടുത്ത വാഗ്ദാനത്തിനനുസരിച്ച് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, യൂട്ടിലിറ്റേറിയനിസം പ്രാക്ടിക്കൽ ആണോ, അല്ലെങ്കിൽ അതല്ലേ നല്ലത്, അനുകൂലമായും പ്രതികൂലമായും വാദഗതികൾ വരാറുണ്ട്. ദെൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹാബിച്വൽ ക്രിമിനലിൻ്റെ എക്സാമ്പിളാണ്. സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, പലപ്പോഴും അദ്ദേഹത്തിനെ കുറ്റം തെളിയിക്കപ്പെടാറില്ല. കോടതിക്ക് ആവശ്യം എന്താണ്, തെളിവാണ്. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പല സാഹചര്യത്തിലും ഈ വ്യക്തിയാണ് കുറ്റം ചെയ്തത് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിലും തെളിവില്ലാത്തതിൻ്റെ കാരണം ഒരു വ്യക്തിക്ക് ഒരുപാട് കാലമായി ശിക്ഷ ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് ഒരു കേസിൽ കുടുങ്ങി കോടതിയിൽ എത്താണ്. തെളിവുകളെല്ലാം അയാൾക്ക് എഗെയിൻസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ജഡ്ജിനോട് കരഞ്ഞു പറയാണ്, ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജഡ്ജിനും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി ഇയാളല്ല കുറ്റം ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താ, ഒരുപാട് സമയങ്ങളിൽ കുറ്റം ചെയ്തിട്ട് ശിക്ഷ കിട്ടാതെ പോയ ആളാണ്. അപ്പം ആ വ്യക്തിയെ, അയാളെ ഈ കുറ്റവാസനയിൽ നിന്ന് രക്ഷിക്കണം എന്ന് വിചാരിച്ച് ജഡ്ജി ശിക്ഷിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ജഡ്ജി പറയാണ്, എപ്പോഴെങ്കിലും ഒരിക്കലും ഇയാൾക്ക് ഒരു ശിക്ഷ കിട്ടിയാൽ ഇയാൾക്ക് തെറ്റിൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ
എന്താണ് അവർ ചെയ്ത ആ തെറ്റിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് ശിക്ഷിച്ചു എന്ന് വിചാരിക്കാം. ചില സമയത്ത് ആ ശിക്ഷ വിപരീത ഫലം നൽകും. അയാൾ വിചാരിക്കും ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ശിക്ഷിച്ചു. നമ്മുടെ നാട്ടിലെ നിയമം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അപ്പോൾ ഒരു നിരപരാധിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് നല്ലതാണോ? അതിനെ ശരി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ഈ യൂട്ടിലിറ്റേറിയസത്തിനെതിരെ ചോദിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ചിന്താഗതിയെ അനുകൂലിക്കുന്ന വാദങ്ങളും ഉണ്ടാവാറുണ്ട്, എതിർക്കുന്ന വാദങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന തിയറി കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ടോപ്പിക്, റൂൾ യൂട്ടിലിറ്റേറിയനിസം. ഇപ്പോൾ ട്രഡീഷണൽ റൂളായിട്ടുള്ള യൂട്ടിലിറ്റേറിയനിസത്തിൽ നമ്മൾ പറഞ്ഞത് an act is considered to be right if it produces maximum good. ഏറ്റവും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ശരിയായ പ്രവൃത്തി, അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ യൂട്ടിലിറ്റേറിയനിസം പോയിന്റ് ഓഫ് വ്യൂ. അത് നമ്മുടെ ഒരു പഴയ ചിന്താഗതിയാണ്. ഈ ട്രഡീഷണൽ വ്യൂ പോയിന്റിനെ നമ്മൾ ആക്ട് യൂട്ടിലിറ്റേറിയനിസം എന്നാണ് പറയുന്നത്. കോൺസിക്വൻസിനെ അടിസ്ഥാനമാക്കി ആക്റ്റുകളെ ഗുഡ് ആണോ ബാഡ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയുന്ന രീതിയാണ് ആക്ട് യൂട്ടിലിറ്റേറിയനിസം. എന്നാൽ റൂൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയത്തിൽ പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു പ്രവൃത്തിയെ അതിൻ്റെ കോൺസിക്വൻസ് വെച്ച് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് അടിസ്ഥാനമാക്കി പല പ്രവൃത്തികളെയും നല്ലതാണ് എന്ന് നമ്മൾക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മുഴുവൻ പ്രവൃത്തികളെയും കോൺസിക്വൻസിന്റെ അടിസ്ഥാനത്തിൽ നല്ലതോ ചീത്തയോ ആണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന റൂളാണ് റൂൾ യൂട്ടിലിറ്റേറിയനിസം. ദാറ്റ് മീൻസ് we should not judge an act by consequence. അനന്തരഫലങ്ങളെ ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രവൃത്തി നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ ആ ജഡ്ജി ഒരു കള്ളനെ വിധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അയാൾ ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് അയാൾ നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ ജഡ്ജ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ജഡ്ജി വരാൻ പോകുന്ന പിന്നീടുള്ള സമയങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു തെറ്റുകളെ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നോ, അല്ലെങ്കിൽ ആ ക്രിമിനലിനെ ടീച്ച് ഹിം എ ലെസൺ എന്നൊക്കെ പറയില്ലേ, അവനെ ഒരു പാഠം പഠിപ്പിക്കണം, ആ രീതിയിലൊക്കെ ശിക്ഷിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു നിരപരാധിയെ ശിക്ഷിച്ച പ്രവൃത്തിയെ ന്യായമുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ശരിയായ പ്രവൃത്തി എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അപ്പൊ രണ്ട് യൂട്ടിലിറ്റേറിയനിസം ഉണ്ട്. ആക്ട് യൂട്ടിലിറ്റേറിയനിസം, ദാറ്റ് ഈസ് ട്രഡീഷണൽ, കോൺസിക്വൻസ് നല്ലതാണോ എന്ന് നോക്കി പ്രവൃത്തി റൈറ്റ് ആണ് എന്ന് പറയുന്നതാണ് ആക്ട് യൂട്ടിലിറ്റേറിയനിസം. റൂൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻസ് നോക്കി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ചിന്താഗതിയാണ് റൂൾ യൂട്ടിലിറ്റേറിയനിസം. ദെൻ നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് കണ്ടക്ട് നോട്ട് ബേസ്ഡ് ഓൺ കോൺസിക്വൻസ്. ഇപ്പൊ നമ്മൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു തിയറി പറഞ്ഞു. മാക്സിമം നല്ല കോൺസിക്വൻസ് ഉണ്ടാകുന്ന ആക്ടിനെയാണ് റൈറ്റ് ആക്ട് അല്ലെങ്കിൽ ശരിയായ പ്രവൃത്തി എന്ന് നമ്മൾ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഒരുപാട് കേസുകളിൽ, ഒരുപാട് തിയറികളിൽ നമ്മൾക്ക് കോൺസിക്വൻസിനെ അടിസ്ഥാനമാക്കി റൈറ്റും റോങ്ങും ആയിട്ട് ആക്ടിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയാറില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഡ്യൂട്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളുടെ നന്ദി അല്ലെങ്കിൽ നമ്മുടെ സ്മരണ, മറ്റുള്ളവരോടുള്ള കടമ, അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് ഈ കോൺസിക്വൻസ് നോക്കി പ്രവൃത്തി തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, തീ പിടിക്കുന്ന ഒരു കെട്ടിടത്തിൽ നമ്മുടെ അച്ഛനും ഒരു ഡോക്ടറും പെടുകയാണെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം ചിന്താഗതി പ്രകാരം ആരെ രക്ഷിക്കണം, ഡോക്ടറെ രക്ഷിക്കണം. പക്ഷെ നമ്മൾ ജനിച്ചത് മുതൽ കാണുന്ന നമ്മുടെ സംരക്ഷകനായിട്ടുള്ള നമ്മുടെ അച്ഛനെയാണോ രക്ഷിക്കുക, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഡോക്ടറെയാണോ രക്ഷിക്കുക?
ഒരു പിതാവിനോടുള്ള, നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ വെച്ച് നോക്കിയാൽ നമ്മൾ ആദ്യം രക്ഷിക്കുന്നത് നമ്മുടെ പിതാവിനെ ആയിരിക്കും, എന്നിട്ട് ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത്തരം കടമ ചെയ്യുന്ന കേസിലൊന്നും നമുക്ക് ഈ ചിന്താഗതി യൂട്ടിലിറ്റേറിയനിസം പലപ്പോഴും വിജയിക്കാറില്ല. ദെൻ ലോയൽറ്റി ആൻഡ് ഫിഡിലിറ്റി. ചില പ്രോമിസുകൾ ഉണ്ടായിരിക്കും. ആ പ്രോമിസ് നിറവേറ്റിയത് കൊണ്ട് ഒരുപാട് പേർക്ക് നന്മ ഉണ്ടായി എന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ കൊടുത്ത ഒരു വാക്ക് പാലിക്കേണ്ട കടമ ആർക്കുണ്ട്? നമ്മൾക്കുണ്ട്. അപ്പൊ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് അതുകൊണ്ട് എത്ര ആൾക്ക് ഗുണമുണ്ടാവും എന്ന് നോക്കിയല്ല, നമ്മൾ കൊടുത്ത ഒരു പ്രോമിസ് പാലിക്കേണ്ടത് നമ്മളുടെ ഒബ്ലിഗേഷൻ ആണ്, നമ്മളുടെ കടമയാണ്. അപ്പോൾ പല പ്രോമിസുകളും നമ്മൾ നൽകുന്ന സമയത്ത് അത് എത്ര പേർക്ക് ഗുണമുണ്ടാകുന്നു എന്ന് നോക്കിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയമല്ല നടപ്പിലാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ജസ്റ്റിസ്, പലപ്പോഴും നീതി. നമ്മൾ പറയാറുണ്ട് നിയമവും നീതിയും രണ്ടും രണ്ടാണ്, ന്യായവും നീതിയും രണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പല കേസുകളിലും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പലരെയും ശിക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു. തെളിവുകളുടെ അഭാവത്തിൽ പല കുറ്റവാളികളും രക്ഷപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഹാബിച്വൽ ക്രിമിനലിന്റെ കേസ് എങ്ങനെയാണ് ജഡ്ജി അയാൾക്ക് ശിക്ഷ വിധിച്ചത്? ആദ്യം കുറേ കേസിൽ അയാൾ കുറ്റം ചെയ്തു, പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. എന്നാൽ അവസാനം വന്ന കേസിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല, അത് ജഡ്ജിക്കും അറിയാം, പക്ഷെ തെളിവുകളുണ്ട്. അപ്പോൾ ആ വ്യക്തി ഇനിയൊരു തെറ്റ് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്ത കുറ്റങ്ങൾക്ക് ഒരു ശിക്ഷ കിട്ടണം എന്നുള്ള രീതിയിൽ ജഡ്ജി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു. ആക്ച്വലി അത് നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല. കാരണം അവിടെ നിരപരാധിയാണ്, ആ സമയത്ത് അയാൾ നിരപരാധിയാണ്. അപ്പൊ അയാളെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ട് കൂടി ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പ്രവൃത്തിയാണെന്ന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്ത് തന്നെ ഗുണങ്ങളുണ്ട് എന്ന് വിശദീകരിച്ചു കൊടുത്താലും അതിനെ നമ്മൾക്കൊരു നന്മയായി ഒരിക്കലും ചിത്രീകരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ പല സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കോൺസിക്വൻസിനെ അടിസ്ഥാനമാക്കി പല ആക്ടിവിറ്റീസും ന്യായമാണ്, നല്ലതാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് തിയറീസ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്മാര് എങ്ങനെ പെരുമാറുന്നു അതിനെ വിശദീകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ. നമ്മൾ എങ്ങനെ ചെയ്യണം, നല്ല പെരുമാറ്റമാവാൻ എന്ത് ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന പല തിയറികളുമുണ്ട്. അപ്പോൾ ഓരോ തിയറികളും എങ്ങനെ ആശയം വ്യക്തമാക്കുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്.